തീമഴ പെയ്യിക്കുന്ന യുദ്ധത്തിന് ട്രംപ് തയ്യാറെടുത്തു. ഇറാനിലെ അടക്കമുള്ള സർക്കാർ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുവാനുള്ള ട്രംപിന്റെ തീരുമാനം, അതായത് ഇറാനിൽ ആഴ്ചകളായിട്ട് തുടരുന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം, ആ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തുമ്പോൾ ഇറാനെ രക്ഷിക്കാനാണോ അതോ ശിക്ഷിക്കാനാണോ എന്നുള്ളത് പ്രക്ഷോഭകാരികൾക്കോ ഭരണകർത്താക്കൾക്കോ അറിയില്ല എന്നുള്ളത് ആയത്തുള്ള ഖമേനി ഒഴിച്ച്. ഇറാനിലെ ജനങ്ങളോടായിട്ടായിരുന്നു ട്രംപിന്റെ ആഹ്വാനം. അതായത് സർക്കാർ വിരുദ്ധ പ്രതിഷേധം തുടരുവാനും സർക്കാർ സ്ഥാപനങ്ങളൊക്കെ പിടിച്ചെടുക്കുവാനും വേണ്ടിയിട്ടുള്ള US പ്രസിഡന്റ് ആഹ്വാനം. ഭരണകൂടത്തിനെതിരെ അതിശക്തമായിട്ടുള്ള പോരാട്ടമാണ് ഇറാനിൽ നടക്കുന്നത്. അതിനിടെയാണ് ഇറാൻ സർക്കാരിനെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ട്രംപിന്റെ ആഹ്വാനം ഉണ്ടാകുന്നത്. ഇറാനിയൻ ദേശസ്നേഹികളെ, നിങ്ങളുടെ പ്രതിഷേധം തുടരുക, നിങ്ങളുടെ സ്ഥാപനങ്ങൾ നിങ്ങൾ പിടിച്ചെടുക്കുക, കൊലയാളികളുടെ പേരുകൾ ഓർത്തുവെക്കുക, അവർ വലിയ വില നൽകേണ്ടി വരും. പ്രതിഷേധക്കാരെ വിവേകശൂന്യമായി കൊലപ്പെടുത്തുന്നത് നിർത്തുന്നതുവരെ ഇറാനിയൻ ഉദ്യോഗസ്ഥരുമായിട്ടുള്ള എല്ലാ കൂടിക്കാഴ്ചകളും താൻ റദ്ദാക്കുകയാണ് എന്ന് പറഞ്ഞ ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള ട്രൂത്ത് സോഷ്യലിൽ ഇട്ട പോസ്റ്റിലാണ് ഇത്തരത്തിൽ അവകാശവാദം ഉന്നയിച്ച ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചത്. നിങ്ങൾ പ്രക്ഷോഭം ആരംഭിച്ചുകൊള്ളൂ, നിങ്ങൾ തകർത്ത് തരിപ്പണമാക്കിക്കൊള്ളൂ ഇറാനെ, നിങ്ങൾക്കുള്ള സഹായം ഉടൻ എത്തുമെന്ന് ട്രംപ് അറിയിക്കുകയും ചെയ്തു.